രാവിലെ തന്നെ നമ്മളെ തെരഞ്ഞെടുക്കാണ്ട് 2 വധൂരികൾ ഇറങ്ങി. വാലന്റൈൻസ് ഡേ ഒക്കെ വരെ നമ്മളെ വക നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റ്. നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി നല്ല കിടിലം പാക്കേജും പാക്കിംഗ്. കൂട്ടത്തിൽ നമുക്ക് ലവ് ലെറ്റർ ഒക്കെ ഉണ്ട്. പിള്ളേര് ശരിയല്ല. എന്തായാലും നമ്മൾ മുട്ടായി നിങ്ങൾ വാങ്ങി കൊടുത്ത് നിങ്ങളെ പാർട്ണർമാരെ സന്തോഷിപ്പിക്കും. AK ഹൈപ്പർ മാർക്കറ്റിന്റെ അവാർഡ് വാങ്ങാൻ വേണ്ടി വന്നത്. അവിടെ എത്തിയപ്പോഴാണ് മോത്ത് നോക്കുന്നത്. നല്ല ബോളർ പോലത്തെ 2 കുരു വന്നത്. പിന്നെ ഇടയിൽ ബ്രോക്കുട്ടനെ കണ്ടപ്പോൾ സന്തോഷമായി. ടീം കജ്ജ കൊടിഞ്ഞിട്ടാണ് വന്നത്. അവിടെ പോയിട്ട് എവിടെ തിരിഞ്ഞു നോക്കിയാലും സോഷ്യൽ മീഡിയ തിരിച്ചിട്ട് കത്തിക്കുന്ന ആൾക്കാർ. നമ്മുടെ ഷിമിലാർസിന്റെ കൂടെ തൊള്ളയിൽ ബാരലിട്ടാ പോലും കടിക്കാത്ത കുറെ ചങ്കുകൾ. പിന്നെ ടീമിന്റെ കൈക്ക് മൈക്ക് കിട്ടിയ നമ്മളെ പോലെ തന്നെയാണെന്ന് മനസ്സിലായി. വേറെ പാനും കുതിരയും വണ്ടിയൊക്കെ ആണെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തോക്കെ. ഇതിന് എനിക്ക് വലിയ അഭ്യാസം അറിയില്ല. ടീമിന് തന്നെ ആദ്യം അവാർഡ് കൊടുത്തുകൊണ്ടാണ് തുടങ്ങി. പിന്നെ അറഞ്ചം പറഞ്ഞ് സോഷ്യൽ മീഡിയ നിന്ന് കത്തിക്കുന്ന ആൾക്കാർ. എന്താ പറയാ, മോട്ടിവേഷൻ തരുന്നവരും പാട്ട് പാടുന്നവരുണ്ട് കൂട്ടത്തിൽ. നമ്മുടെ പാട്ടുകാരത്തിന്റെ പാട്ട് അവളെ പോലെ തന്നെ നല്ല രസമുണ്ട്. ഒരു കുട്ടികളെ ഒഴിവാക്കിയിട്ടില്ല. പൈതൽ മക്കൾക്കടക്കം അവാർഡ് കൊടുത്തു. നമ്മുടെ ഡാൻസ് മാസ്റ്റർ അവാർഡ് കിട്ടിയ സന്തോഷത്തിൽ സ്റ്റേജിൽ കിടന്നിട്ട് 4 തുള്ളന. ബ്രോക്കുട്ടൻ അവാർഡ് കൊടുത്തുകൊണ്ട് നമ്മുടെ ഷിമിൽ ബ്രോ കേക്ക് മുറിക്കാന്ന്. ടീമിന്റെ ബർത്ത്ഡേ ആണ്. ഒരു ചെറിയ കേക്ക് SY-9 ആൾക്കാരുണ്ടായപ്പോ ടീം പറഞ്ഞ ഡയലോഗ് കണ്ടിക്കണ എല്ലാവർക്കും കേക്ക് കൊടുത്ത് ഞാൻ കൈ കൊടുത്തോളാം. അത് നമുക്ക് പെത്തിസ്റ്റ്. അതും കഴിഞ്ഞ് പിന്നെ അവാർഡ് കൊടുക്കൽ തുടങ്ങി. അപ്പൊ നമ്മുടെ നാട്ടിലത്തെ പാട്ടേര് സ്റ്റേജിൽ കയറി തിരിച്ചിട്ട് കൂട്ടത്തിൽ കണ്ട അണ്ടനും അരങ്ങോടനും കിട്ടിയ അവാർഡ്. പോവാനാക്കിയ പള്ളർച്ച് ഫുഡ് കഴിച്ച് പോയാൽ മതി. ടീം ഫുഡ് കഴിച്ച് പുറത്ത് ഇറങ്ങിയ പാടത്തന്നെ പുറത്ത് ഫ്രീ ആയിട്ട് വെള്ളം കൊടുക്കും. 37 നേരത്തെ കാലത്ത് വന്ന് വരിന്ന് മേടിച്ചു. പാവം സ്റ്റേജിൽ കുറെ നേരം നിന്നല്ല നല്ല പള്ളായിക്കുണ്ടാവും. ടീമിന്റെ കഴിഞ്ഞ പാടത്തന്നെ നമ്മളും മേടിച്ചൊരു ക്ലാസ്. എന്തായാലും വയറും നിറഞ്ഞു മനസ്സും നിറഞ്ഞു. എല്ലാരും കൂടി പിടിച്ചൊരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്തപ്പോ കഴിഞ്ഞ കഥ.